ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽ. അപ്പോൾ ഇതൊരു ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഇവിടെ ഞങ്ങൾ മലയാളി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സാണ്. ഞങ്ങൾ നാലാളും ഒരുപോലത്തെ ഡ്രസ്സാണ്. അപ്പോൾ അത് ഇന്നലെ ക്രിസ്മസ് ഈവിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. പിന്നെ ഇനി പാർട്ടിക്ക് പോകുമ്പോൾ ഡ്രസ് കോഡൊക്കെ ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റ്. അപ്പോൾ അതൊക്കെ ഇട്ട് പോവും. അപ്പോൾ ഓക്കെ. ഗുഡ് മോർണിംഗ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഏതാ നിന്റെ ഗിഫ്റ്റ് അറിയോ? ഏതാണ്? ഹൗ ഡു യു നോ ദാറ്റ്? ജൂൺ എഴുതിണ്ടാ? ഓക്കെ. ഇവിടെ ഇവർക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇങ്ങനെ സാന്റാക്ലോസ് ക്രിസ്മസിൻ്റെ തലേന്ന് ദിവസം എല്ലാ വീട്ടിലും വന്ന് എല്ലാവർക്കും ഇങ്ങനെ ഗിഫ്റ്റ്സൊക്കെ വെച്ചിട്ട് പോവും. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്ന് നമുക്കത് ഓപ്പൺ ചെയ്യാം ആ ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് വിഷ് ലിസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ സാൻഡയ്ക്ക് ലെറ്ററൊക്കെ എഴുതും, എനിക്ക് ഇന്ന ഗിഫ്റ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റാണ് സാൻഡ വെക്കുന്നതെന്നൊക്കെ അവർ വിചാരിക്കും. ശരിക്കും നമ്മളാണ് ഗിഫ്റ്റ് വെക്കുന്നതെന്ന് ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ അവർക്കറിയില്ല. അറിയില്ലേ നമുക്കറിയില്ല. അവർ സാൻഡയുടെ ഗിഫ്റ്റ് പോലെ അത് എടുക്കും. കുറച്ചുകൂടി വലുതായാൽ മനസ്സിലാവും സാൻഡയൊന്നല്ല നമ്മൾ തന്നെയാണ് ഗിഫ്റ്റ് വെക്കുന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ധ്രുവക്കുട്ടിയുടെ ഫേവറേറ്റ് ഗിഫ്റ്റ് തന്നെ നമ്മൾ വെച്ചായിരുന്നു. അപ്പോൾ അവനത് ഇഷ്ടമായി. കൊടുത്തോളൂ, ഗിഫ്റ്റ് കൊടുത്തോളൂ ബേബിക്ക്. ബേബിയുടെ കൈ കൊടുക്കുക. ബേബി. അപ്പോൾ നമ്മൾ ചെറിയ ആൾക്കും ഇതുപോലൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ അവനൊരു ടമ്മി ടൈം ടോയ് പോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സാൻഡയുടെ ഗിഫ്റ്റാന്ന് പറഞ്ഞ് ധ്രുവക്കുട്ടൻ തന്നെ അവന് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടിക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചിക്കൻ സ്റ്റൂവും പിന്നെ അപ്പത്തിൻ്റെ ബാറ്ററാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിക്കൻ സ്റ്റൂ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ അനുവിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റായി, കറക്റ്റ് ലഞ്ച് ടൈമായി. അപ്പോൾ അത് കാരണം ഞങ്ങൾ ബാക്കിയുള്ള കുക്കിംഗ് പരിപാടിക്കും പിന്നെ ഹീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച്. അപ്പോൾ ക്രിസ്മസ് ആയ എന്തായാലും പ്ലം കേക്ക് ഉണ്ടാവുമല്ലോ, അതുണ്ട്, വെള്ളയപ്പം ഉണ്ട്, പിന്നെ കൊള്ളിയുണ്ട്, പിന്നെ അതിനൊരു വെജ് കറി ഗ്രീൻ പീസും പിന്നെ പൊട്ടറ്റോ കറിയാണെന്ന് തോന്നുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ട്, പിന്നെ കൊള്ളിക്ക് ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ ഹനയുടെ വക ഒരു പുഡിങ് ഉണ്ടായിരുന്നു, അത് പിന്നെ മസ്റ്റാണല്ലോ, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ, പിന്നെ കട്ട്ലേറ്റ് വെജും ഉണ്ടായിരുന്നു, നോൺ വെജും ഉണ്ടായിരുന്നു, പിന്നെ സുകന്യയുടെ വക സ്പെഷ്യലായിട്ട് വട്ടയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം വേഗം തന്നെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഈ വട്ടയപ്പവും കട്ട്ലേറ്റൊക്കെ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് ഞങ്ങൾ ലഞ്ച് കുശാലാക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നല്ല ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചെയ്യുമല്ലോ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. ഇവിടെ അതുപോലത്തെ ഏർപ്പാടൊന്നും ഇല്ലെന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ഒരു ഓർമ്മ പുതുക്കലായിട്ട് കുട്ടികൾ തമ്മിലൊന്ന് ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെറിയ ആളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ദേവൂട്ടനാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ പിന്നെ ചായ പരിപാടിയിലേക്ക് കടന്നു. ചായക്കായിട്ട് കട്ട്ലേറ്റ്, വട്ടയപ്പം, പ്ലം കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം അതൊക്കെയാണ് കേട്ടോ കളിച്ചത്.
പിന്നെ ഞങ്ങളെല്ലാവരും ഇതുപോലെ കോട്ടൺ ബോൾസ് വെച്ചിട്ടുള്ളൊരു ഗെയിമാണ് കളിച്ചത്. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫണ്ണായിരുന്നു അത് കളിക്കുമ്പോൾ. നന്നായിട്ട് സുഖം അഡ്ജസ്റ്റ് ചെയ്യില്ല. കിച്ചണിൽ ஒரு கவுண்டர் மணி கால் மணி ഉണ്ടാവില്ലേ? ആ എவ்வளோ ஈஸியா இருக்கு, வெயிட்டே தெரியல. ആ 2 4 6 8 15 സുരേഷാണ് ലീഡിങ് 47. ആഹാ നിറയെ സുഖയുടെ വീഡിയോ സുരേഷാ ചെയ്യുമെന്ന് തോന്നുന്നു. ഹണ എങ്ങനെ വെച്ചാൽ കെയർഫുൾ കുക്കിംഗ് ആണ്, ഒന്നും പൊട്ടാതെ. ആ കട്ട്ലറ്റ് ഇത് ഓർമ്മയായിരിക്കും. എന്താ ഡാൻസ് കളിച്ചോണ്ട് ചെയ്യണം? ആഹാ അങ്ങനെ ആ ഒരു കളിയിൽ സുകന്യാണ് കേട്ടോ ജയിച്ചത്. പിന്നെ കുട്ടികളും ഇതേ ഗെയിം തന്നെ അവരും കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞും കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും കളിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും രാത്രിയായി, എല്ലാവരും ടയർഡാവും ചെയ്തു. പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തെ ബാക്കിയുള്ള ഫുഡ്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.